ഷെടാ ഇതിപ്പോ മീൻ ഇട്ടാലും ഇട്ടില്ലേലും ആ ഒരു നാട്ടുകാർക്ക് ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഫേമസും ആണ്. ആദ്യ ഒരു ചട്ടിയിലേക്ക് ചെറിയൊരു സവാള കനം കുറച്ചരിഞ്ഞതും വലിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളകും കറിവേപ്പിലയും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് 1 ടേബിൾ സ്പൂൺ വിനാഗിരി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൈവച്ച് നന്നായി തിരുമ്മി യോജിപ്പിക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമാങ്ങ അരിഞ്ഞതിട്ട് ഈ മാങ്ങ ഉടയാതെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഒരു അരമുറി തേങ്ങയുടെയാണ് കേട്ടോ. എന്നിട്ട് നന്നായി തിളയ്ക്കുന്ന സമയത്ത് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മീനും മാങ്ങയൊക്കെ വെന്ത് ഒന്നങ്ങ് വറ്റി വരുമ്പോൾ ഒരു കപ്പ് ഒന്നാം പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഇത്തിരി ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയിട്ട് വഴന്നു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അങ്കമാലിക്കാരുടെ മാങ്ങയിട്ട മീൻകറി റെഡി. ഇനി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഇതുപോലെയാണ് കറി വെക്കുന്നതെങ്കിൽ അവരെന്തായാലും വന്നൊന്ന് കമന്റ് ചെയ്യണേ.